നിരുത്തരവാദിത്വം, ഇറസ്പോൺസിബിൾ ആണ്. ഇവിടെ ഞാൻ വന്ന സമയത്ത് ഒരു ക്യാപ്റ്റൻ ആയിരുന്ന ജാസ്മിൻ ആണ്. ഇറസ്പോൺസിബിൾ ആണ്. കാര്യം ഇവിടെ ടാസ്കിന്റെ സമയത്ത് തമാശയൊക്കെ കളിച്ച് ആ ടാസ്കിന് ഒട്ടും സീരിയസ്നെസ് കൊടുക്കാതെ ടാസ്കിനെ കൺട്രോൾ ചെയ്തതാണ് ഒരാളായിട്ട് എനിക്ക് ജാസ്മിനെ തോന്നി. ഇതിൽ നിന്നും കുറച്ച് മരുന്ന് വെച്ച് കൊടുക്കാം. എത്ര ഔൺസ് ഉണ്ട്? 75. ഓക്കെ കഴിക്കാം. വിചാരിച്ച പോലെ പുളിവെള്ളമല്ല. ഓക്കെ, താങ്ക് യു. 2 പേർക്ക് ഇരിക്കാം. ശ്രീതു, മാനിപ്പുലേഷൻ ആണ്. ആർക്കാണ് മാനിപ്പുലേഷൻ? വന്നിട്ട് സിബിന് കൊടുക്കണം. ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ വിഷയങ്ങൾ പറഞ്ഞിട്ട് മാനിപ്പുലേറ്റ് ചെയ്യണോന്ന് എനിക്കൊരു സംശയമുണ്ട്. സോ അതുകൊണ്ട് ഇത്ര ML കൊണ്ട് മാനിപ്പുലേഷൻ മാറോ? 25 കൊടുത്തില്ലേ? മതി, ഇപ്പൊ മതി, അത്ര മതി. ശരി, ഓക്കെ, കുടിച്ചോളൂ. അൻഷിബ, കൃത്രിമത്വം. ഇവിടെ ഏറ്റവും കൂടുതൽ കൃത്രിമത്വം ഉള്ളത് ഗബ്രിക്കാണെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, എല്ലാവരെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഭയങ്കര ബുദ്ധിമാനാണ്. ഇതുകൊണ്ട് മാറാൻ സാധ്യതയുണ്ടോ അൻഷിബ? ഒരിക്കലും ഇല്ല. എന്നാലും ഓക്കെ. കുറെ വട്ടം കുടിക്കേണ്ടി വരും. ഋഷി, ഞാൻ മാനിപ്പുലേഷൻ കൊടുക്കണം അപ്സരയ്ക്ക്. എന്താ കാര്യം? ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ വഴി കാണിക്കുക എന്നുള്ള രീതിയിലാണ് എടുത്തിടുന്നത് ഇവിടെ വന്നിട്ട്. പക്ഷെ അത് ബാക്ക് സ്റ്റാബിങ് ആണ്, ഒരു സമയത്ത് മാനിപ്പുലേഷൻ ആണ്. അതെൻ്റെ പിന്നെയും കൂട്ടുവിടാൻ വരും. ഒന്നെങ്കിൽ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ട് ആ വഴി അങ്ങ് പോവുക, വെറുതെ പിന്നെ പുറകെ കരഞ്ഞുകൊണ്ടിരിക്കരുത്. ജിൻഡോ, വഞ്ചനയാണ്. വഞ്ചന ഞാൻ അർജുനെ കൊടുക്കുള്ളൂ. എന്താ കാരണം? അത് എന്നെ തന്നെ വഞ്ചിച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ പലരും വഞ്ചിച്ചെന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും മതിയോ? ഇത്രയും കൊണ്ട് ശരിയാവോ? അല്ല, അദ്ദേഹത്തിന് അദ്ദേഹം കുട്ടിയാണ്. ആണോ? കുറച്ച് മതി. ഓക്കെ, താങ്ക്സ്. അബി, മാനിപ്പുലേഷൻ ആണ്. സിബിന് ഭയങ്കര ടോക്ക് ചെയ്യാനുള്ള നല്ല കഴിവുണ്ട്. ആൾക്കാരോട് സംസാരിച്ച് അവരോട് ഇല്ലാത്ത കാര്യങ്ങൾ വരെ അയാളൊരു സ്റ്റേറ്റ്മെന്റ് വെക്കും. അതിനൊരു എക്സ്പ്ലനേഷൻസ് ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. അത് അടിച്ച് കുറേ സ്ഥലത്ത് മാറിയിരുന്ന് പറഞ്ഞ് അവരെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഭയങ്കര കഴിവാണ്. ഞാൻ മരുന്ന് ആൾക്ക് ഇതൊക്കെ ഇത്തിരി കൊടുക്കുന്നുള്ളൂ, കാരണം അതിന് പരിഹാരമില്ല. അതുകൊണ്ട് ഇത്തിരി കുടിച്ചാൽ മതി. ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് കൊടുത്ത് മയക്കി കിടത്താൻ കുറച്ച് നേരം. അപ്പം ആ മാനിപ്പുലേഷൻ അവിടെ നിൽക്കും. അത്രേ ഉള്ളതാ. താങ്ക് യു. അൻമോണി, dishonest ആണ്. this is I'm giving to Arjun. $50. Because എനിക്ക് പേഴ്സണലി തോന്നി, പിന്നെ ഞാൻ കുറേ ടൈം ശ്രദ്ധിച്ചിട്ടുണ്ട്. സോ ഐ തിങ്ക് അർജുനക്ക് ആവശ്യകത ഉണ്ട്. ഓക്കെ, താങ്ക് യു. ഡിപ്പെൻഡൻസി. ആർക്കാണ്? ഗബ്രി. എന്താ കാര്യം? എന്താ? ഗബ്രി ഇൻഡിവിജ്വൽ ആയിട്ട് ഗെയിം ഇപ്പോഴും കളിക്കുന്നില്ല. അത് വിട്ടൊന്ന് കളിക്കണം. ഗബ്രി. അപ്സര, ആശ്രിതത്വം, ഡിപ്പെൻസ്. ഞാൻ ഋഷിയാണ് വിളിക്കുന്നത്. ഇവിടെ ഒരുപാട് പേരെ ആശ്രയിച്ച് മാത്രം നിൽക്കുന്ന ഒരാളാണ് ഋഷി. കുട്ടി വല്ലാണ്ട് അങ്ങ് ആശ്രയിക്കുന്നില്ല ലാലേട്ടാ. അപ്പൊ എന്റെ ഒരു അസുഖം കണ്ടുപിടിച്ച മരുന്നില്ല. അപ്പൊ അവന്റെ ഒരു അസുഖത്തിന് ഞാൻ മരുന്ന് കൊടുക്കാം. യെസ്, അത് തന്നെയാണ് മെയിൻ. വല്ലാണ്ട് അങ്ങ് ആശ്രയിക്കുന്നത് കൊണ്ട് കുറച്ച് അധികം ആയിക്കോട്ടെ ലാലേട്ടാ. ഒറ്റയടിക്ക് അങ്ങ് തീരട്ടെ. അത് ഞാൻ ഇഷ്ടമുള്ള പോലെ കുടിക്കും. തൊടിക്കല്ലേ, നാക്കി തൊടല്ലേ, ഡയറക്റ്റ് തോട്ടെട്. അത്രേ ഉള്ളു മോനെ. ലാലേട്ടാ, ഇതെല്ലാം ഞാൻ ഒരാളേൽ കാണുന്നുണ്ട്. അപ്പൊ ഒന്നെടുത്താൽ തന്നെ വഞ്ചന എടുക്കാം. വഞ്ചന ആരാണ്? ജാൻമണി ചേച്ചി. എന്താ കാര്യം? കാര്യം എന്താ വെച്ചാല്, ഞാൻ ചെയ്യാത്തൊരു കാര്യം എൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ട് അത് ഞാനാ ചെയ്തത് പറഞ്ഞിട്ട് ഇത്രയും ആളുകളെ മുമ്പിൽ എൻ്റെ തലയിൽ വെച്ച്, അത് കൂടാതെ അത്രയും ഫേക്ക് ആയിട്ട് ഇവിടെ പറയുന്നല്ല അവിടെ പറയുന്നതല്ല ഇവിടെ പറയുന്ന ഇതെല്ലാം എല്ലാ കാറ്റഗറിയിലുണ്ടല്ലോ. അതിൽ വേറൊരു കൃത്രിമത്വം പറയുകയാണെങ്കിൽ ആള് ഈവൻ തല്ലാൻ വരെ വന്നിട്ട് ഈ വീട്ടിലുള്ള മറ്റുള്ളവരുടെ ഡിപ്പെൻഡൻസിയിൽ മാത്രം ഇവിടെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ജാൻമണി ചേച്ചി. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ കഴിക്കുള്ളൂ, നീ പറഞ്ഞ പോലെ അല്ല. ഹലോ, അത് കഴിച്ചേ പറ്റുള്ളൂ. ജാൻമണിക്ക് ഇവിടെ വേറെ യാതൊരു തരത്തിലുള്ള പ്രത്യേകതയില്ല, അത് കഴിച്ചേ പറ്റുള്ളൂ.
നന്ദന ശ്രുതത്വം സാർ. ആർക്കാണ്? ഞാൻ ഗബ്രി ചേട്ടനെ പറയണു. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ആവുന്നുണ്ട്. ചേട്ടൻ നല്ലൊരു ഗെയിമറാണ്. ഞാൻ വന്നപ്പോൾ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ നന്നായി കളിക്കുന്ന ഒരാളാണ്. പക്ഷെ നിങ്ങളുടെ കൂട്ടുകെട്ട് നല്ലതാണ്. പക്ഷെ ഇപ്പോഴും അത് ഫുൾ ടൈം ഇരുന്ന് ആ വാഴത്തോട്ടത്തിലിരുന്നാൽ വാഴയിൽ പോവാനുള്ളൊരു ഇതുണ്ട്. അതുകൊണ്ട് ഞാൻ ചേട്ടനെ പറയുന്നു. ശരി, താങ്ക് യു. ടിഷ്യൂ തോട്ടാ